ഇറാനുമായുള്ള താത്കാലിക വെടിനിർത്തൽ ദീർഘിപ്പിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ധാരണയിലെത്തിയില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു. നാളെ വെടിനിർത്തൽ ധാരണ അവസാനിരിക്കെയാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. ഹോർമൂസ് തുറക്കാതെ സമാധാന ചർച്ചയ്ക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അമേരിക്ക പറയുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഹോർമൂസ് തുറക്കാതെ സമാധാന ചർച്ചയ്ക്ക് ഇല്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക. പറയൂ. ഗോപിക, തീർച്ചയായും ഇന്ന് നാളെ അതായത് ഏപ്രിൽ 22-ന് വെടിനിർത്തൽ ധാരണ അവസാനിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് തുടർ ചർച്ചകളുടെ സാഹചര്യമെല്ലാം ഒരുക്കുകയും മറ്റു സംവിധാനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. പക്ഷേ ഇതിനൊന്നും തയ്യാറല്ല എന്ന നിലപാട്, അതായത് ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് ട്രംപ് ഇറാൻ അറിയിക്കുകയും ചെയ്തത്. ഇറാന്റെ ഈ നിലപാടിന് പിന്നാലെയാണ് ഇന്നലെ തന്നെ ഇറാന്റെ നിലപാടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇറാന്റെ ഈ നിലപാടിന് പിന്നാലെയാണ് ട്രംപിന്റെ കൃത്യമായൊരു നിരീക്ഷണം അല്ലെങ്കിൽ കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു സ്വകാര്യ റേഡിയോ സംവിധാനത്തിൽ നടന്ന ഒരു പരിപാടിയുടെ ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് അറിയിച്ചത്. അതായത് വെടിനിർത്തൽ കാലാവധി ദീർഘിപ്പിക്കുന്ന വിഷയം ചിന്തിക്കേണ്ടതില്ലെന്നും അതിനു മുൻപ് സമാധാന ധാരണയിലെത്തുക എന്നതാണ് അന്തിമമായ ഒരു സാഹചര്യമെന്നും ഹോർമൂസ് തുറക്കുക എന്നത് കൃത്യമായ നിലപാടാണെന്നും അടിവരയിട്ട് പറയുകയാണ് ട്രംപ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹോർമൂസിലെ ഉപരോധം മറികടക്കാനെത്തിയ സാഹചര്യമെല്ലാം തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. ഹോർമൂസിലെ ഇറാന്റെ പോർട്ടുകളെ കേന്ദ്രീകരിച്ച് ഉപരോധം തുടരുകയുമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ നിയന്ത്രണം, അതായത് ഇറാന്റെ ഹോർമൂസിലെ പല മേഖലകളിലുള്ള നിയന്ത്രണം വഴി ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പഴയതുപോലെ സ്വതന്ത്രമായി ഹോർമൂസിനെ വിടുക എന്നൊരു നിലപാട് കൃത്യമായും ഇറാൻ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു തരത്തിലും സമാധാന ധാരണകൾ നീട്ടിവെക്കില്ല. അതായത് സമാധാന ധാരണയോ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയോ ഉണ്ടാകില്ല എന്ന കൃത്യമായ നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. സമാധാന ധാരണകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ തുടരാമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ചർച്ചകൾ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഇറാന്റെ പ്രതിനിധികൾ എത്തില്ല എന്ന് അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ JD വാൻസ് ഉൾപ്പെടെയുള്ള നെഗോഷിയേറ്റേഴ്സ് ഇന്ന് പാകിസ്ഥാനിലേക്ക് തിരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് ഇന്നലെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തയ്യാറാണ്, ഏത് നിമിഷവും അത്തരത്തിൽ ചർച്ചകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ ചർച്ചകൾ തുടരാൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാന നിലപാട് ട്രംപ് നേരത്തെ അറിയിച്ചത് തന്നെയാണ്, US നിലപാട് നേരത്തെ അറിയിച്ചത് തന്നെയാണ്. ആണവ നിരായുധീകരണവും അതുപോലെ തന്നെ ഹോർമൂസ് തുറക്കലുമാണ് പ്രധാന ഘടകം. ആ രണ്ട് ഘടകങ്ങളും നടപ്പായില്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ ദീർഘിപ്പിക്കുന്നതിനോ സമാധാന ചർച്ചകൾക്കോ ഉള്ള സാധ്യതയില്ല എന്ന് ആവർത്തിക്കുകയാണ്. എന്നാൽ തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അത് ഒഴിവാക്കാതെ ഹോർമൂസിലെ അമേരിക്ക നടത്തുന്ന ഉപരോധം ഒഴിവാക്കാതെ മറ്റു ചർച്ചകൾക്കില്ലെന്ന് ഇറാനും പറയുന്ന ഒരു സാഹചര്യത്തിൽ ചർച്ചകൾ ഏതാണ്ട് വഴിമുട്ടിയെന്ന് തന്നെ നിരീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.